Hello, Assalamualaikum. Welcome to CrocheMama. ഇന്നത്തെ വീഡിയോയിൽ ക്രോഷേയിലെ ബേസിക് 3 സ്റ്റിച്ചസ് ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ സിംഗിൾ ക്രോഷേ, ദെൻ ഹാഫ് ഡബിൾ ക്രോഷേ ആൻഡ് ഡബിൾ ക്രോഷേ. ഈ 3 സ്റ്റിച്ചാണ് ഇന്ന് മെയിൻലി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാനിവിടെ 3 സ്റ്റിച്ചും സെപ്പറേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ക്രോഷേ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൂൾസ് നമുക്ക് എടുത്ത് വെക്കാം. ഫസ്റ്റ് ക്രോഷേ ഹുക്ക്. ഞാൻ ഇവിടെ 5mm ക്രോഷേ ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. യാൺ യൂസ് ചെയ്യുന്നത് അക്രിലിക് തിക്കർ യാണാണ്. നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിക്കർ യാൺ യൂസ് ചെയ്യുന്നത്. ഡാണിങ് നീഡിൽ അല്ലെങ്കിൽ യാൺ നീഡിൽ, സ്റ്റിച്ച് മാർക്കർ, ലാസ്റ്റ് വൺ എ പെയർ ഓഫ് സിസേഴ്സ്. സ്റ്റിച്ചസ് പഠിക്കാൻ വേണ്ടി ഡാണിങ് നീഡിൻ്റെയും സ്റ്റിച്ച് മാർക്കറിൻ്റെയും ആവശ്യമില്ല. ഞാൻ ഇത് പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്ന ബേസിക് ടൂൾസ് കാണിച്ചു തന്നതാണ് നിങ്ങൾക്ക്. ഫസ്റ്റ് ഞാൻ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഈ 3 സ്റ്റിച്ച് പഠിക്കണമെങ്കിലും ഫസ്റ്റ് നിങ്ങൾ സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചും പഠിക്കണം. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാനതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കിയിട്ട് കറക്റ്റ് പഠിക്കാം. സ്ലിപ്പ് നോട്ടിൻ്റെ തന്നെ ഈസി 4 മെത്തേഡ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം 10 ചെയിൻ സ്റ്റിച്ച് ഇടണം. 10 ചെയിൻ സ്റ്റിച്ച് എന്നത് റഫായിട്ടുള്ളൊരു നമ്പറാണ്. ചെയിൻ സ്റ്റിച്ച് റെഡിയാണ്. ഇതാണ് ഫൗണ്ടേഷൻ ചെയിൻ എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് വേണം നിങ്ങൾ ഓരോ പ്രൊജക്റ്റും സ്റ്റാർട്ട് ചെയ്യാൻ. സിംഗിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടി ക്രോഷേ ഹുക്കിൻ്റെ അടുത്തുള്ള ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം റാപ്പ് ദ യാൺ. ഹുക്കിൻ്റെ മേലെ യാൺ ഇങ്ങനെ റാപ്പ് ചെയ്യും. അതിനാണ് യാൺ ഓവർ എന്ന് പറയുക. യാൺ ഓവർ, ഗ്രാബ് ദ യാൺ, പുൾ ത്രൂ ദ ചെയിൻ സ്റ്റിച്ച്. ഇപ്പോൾ 2 ലൂപ്സ് കാണാം ഹുക്കിൻ്റെ മേലെ. അഗെയിൻ യാൺ ഓവർ, പുൾ ത്രൂ, 2 ലൂപ്സ് ഓൺ ദ ഹുക്ക്. യെസ്, നൗ ദ സിംഗിൾ ക്രോഷേ ഈസ് റെഡി. സിംഗിൾ ക്രോഷേ നിങ്ങൾ പഠിച്ചു. ഇത്ര സിമ്പിളാണിത്. ഞാൻ ഈ 10 ചെയിൻ സ്റ്റിച്ചിലും എങ്ങനെയാണ് സിംഗിൾ ക്രോഷേ ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഫാസ്റ്റായിട്ട് ചെയ്യാം. ഈ വീഡിയോയിൽ പുതിയതായി വന്ന ഒരു ടേമാണ് യാൺ ഓവർ. യാൺ ഓവർ ടെക്നിക്ക് എന്ന് പറയുന്നത് ഹുക്കിൻ്റെ മേലെ യാൺ റാപ്പ് ചെയ്യുന്നതിനാണ് യാൺ ഓവർ എന്ന് പറയുന്നത്. യാൺ ഓവർ ദ ഹുക്ക്. അത് കറക്റ്റ് നോട്ട് ചെയ്യണം. അത് ട്വിസ്റ്റ് ചെയ്യാൻ പാടില്ല. വീഡിയോ കണ്ടിട്ട് എൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇതുപോലെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തതിൻ്റെ പിക്സ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യൂ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലേക്ക് മെസ്സേജ് ചെയ്താലും മതി. നൗ ലാസ്റ്റ് ചെയിൻ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ ചെയ്യാണ്. ഇൻസേർട്ട് ദ ഹുക്ക്, യാൺ ഓവർ, പുൾ ത്രൂ ദ ചെയിൻ സ്റ്റിച്ച്, യാൺ ഓവർ, പുൾ ത്രൂ, 2 loops on the hook. Yes, now 10 chain stitchil 9 single crochet stitches ആണ് ഇട്ടിട്ടുള്ളത്. 1 2 3 4 5 6 7 8 9. ഫസ്റ്റ് നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തതുകൊണ്ടാണ് 9 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ആയത്.
സിംഗിൾ ക്രോഷ്യൻ്റെ പാറ്റേൺ നോക്കാം. ഒരു വി സ്റ്റിച്ച് പോലെ ആയിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ച ഒരു സിംഗിൾ ക്രോഷ്യ ആണിത്. സിംഗിൾ ക്രോഷ്യയാണ് വിത്ത് കുറവായിട്ടുള്ള ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് കാണാം. Now we can see how to make half double crochet. First slip knot to start ചെയ്യും, then 10 chain stitches. Slip knot is ready. Now chain 1 2 3 4 5 6 7 8 9 and 10 chain stitches ready. This is foundation chain stitch of half double crochet. ഇനി ഈ ഫൗണ്ടേഷൻ ചെയിൻ സ്റ്റിച്ചിൽ എങ്ങനെയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. സിംഗിൾ ക്രോഷ്യന്ന് ഒരു സ്റ്റെപ്പ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ. ആസ് യൂഷ്വൽ സെക്കൻഡ് ചെയിൻ ഫ്രം ദ ഹുക്കിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു യാൺ ഓവർ ചെയ്യും. യാൺ ഓവർ, ദെൻ ഇൻസേർട്ട് ദ ഹുക്ക് ഇൻ ടു സെക്കൻഡ് ചെയിൻ, അഗെയിൻ യാൺ ഓവർ, again pull through the chain stitch, yarn over, pull through 3 loops on the hook. Yes, half double crochet ready ആയി. സിംഗിൾ ക്രോഷ്യനെക്കാട്ടിലും ഒരു yarn over സ്റ്റെപ്പ് എക്സ്ട്രാ വരുന്നുണ്ട്. ഫസ്റ്റ് yarn over ചെയ്തു, ഹുക്ക് ചെയിൻ സ്റ്റിച്ചിലൂടെ ഇൻസേർട്ട് ചെയ്തു, അഗെയിൻ yarn over, grab the yarn. ഇപ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും ഹുക്കിൻ്റെ മേലെ. അഗെയിൻ yarn over, pull through 1 2 3 ലൂപ്സിലൂടെയും yarn ഗ്രാബ് ചെയ്ത് കൊണ്ടുവരിക. ലാസ്റ്റ് ചെയിൻ സ്റ്റിച്ചായി. ഒന്നും കൂടിയും ഹാഫ് ഡബിൾ ക്രോഷ്യ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് yarn ഓവർ, ഹുക്ക് ചെയിൻ സ്റ്റിച്ചിലൂടെ ഇൻസേർട്ട് ചെയ്യാം. yarn ഓവർ, pull through the chain stitch, again yarn over, pull through 3 loops on the hook. ഹാഫ് ഡബിൾ ക്രോഷ്യൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് നോക്കാം. സിംഗിൾ ക്രോഷ്യനെക്കാട്ടിലും കുറച്ചും കൂടി വിഡ്ത്ത് കൂടുതലാണ്. ദെൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയാണ്. പാറ്റേൺസ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് കാണാം. Now last one, double crochet. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഹാഫ് ഡബിൾ ക്രോഷ്യനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് ഇൻക്രീസ് ചെയ്യും. ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്ലിപ്പ് നോട്ട് ആൻഡ് 10 ചെയിൻ സ്റ്റിച്ചസ്. One, 2, 3, 4, 5, 6, 7, 8, 9 and 10.
ഫൗണ്ടേഷൻ ചെയിൻ സ്റ്റിച്ചസ് റെഡി. ഇനി ഇതിലെങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. ഡബിൾ ക്രോഷ്യയിൽ ഫസ്റ്റ് 2 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് സ്റ്റിച്ചിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് yarn over, insert the hook in the third chain, again yarn over, grab the yarn through the chain stitch. സെയിം പോലെ തന്നെ 3 ലൂപ്സ് ഉണ്ടാവും ഹുക്കിൻ്റെ മേലെ. ഇവിടെയാണ് ഡിഫറൻസ്. yarn over, pull through 2 loops. ഫസ്റ്റ് 2 ലൂപ്സിൽ മാത്രമാണ് yarn ഗ്രാബ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 2 ലൂപ്സ് ഉണ്ട് ഹുക്കിൻ്റെ മേലെ. അഗെയിൻ yarn over, pull through 2 loops on the hook. ഇതാണ് ഡബിൾ ക്രോഷ്യ. ഒരു സ്റ്റെപ്പ് ഇൻക്രീസ് ചെയ്യും ഹാഫ് ഡബിൾ ക്രോഷ്യനെക്കാട്ടിലും. 3 ലൂപ്സ് ഉണ്ട്. ഈ 3 ലൂപ്സിൽ ഫസ്റ്റ് 2 ലൂപ്സിൽ മാത്രമാണ് yarn ഗ്രാബ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ വീണ്ടും 2 ലൂപ്സ് ഉണ്ട്. അഗെയിൻ yarn over, pull through 2 loops. ഇങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇടുന്നത്. ബാക്കിയുള്ള സ്റ്റിച്ചസിലൂടെ ഇട്ട് നോക്കാം. Now double crochet stitchesum finish ആവാറായി. ലാസ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി ഉണ്ട്. yarn over, insert the hook, yarn over, pull through the chain stitch, yarn over, first 2 loopsലൂടെ yarn എടുക്കുക. again yarn over, pull through last 2 loops. ഡബിൾ ക്രോഷ്യ റെഡിയായി. വളരെ സിമ്പിളായിട്ടുള്ള 3 സ്റ്റിച്ചസാണിത്. ഒരുമിച്ച് പഠിച്ചിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു സ്റ്റിച്ച് ഫുള്ള് തറവായി പഠിച്ചിട്ട് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റിച്ച് ഇട്ട് നോക്കിയാൽ മതി. ഇവിടെ എനിക്ക് 8 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസാണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് 2 ചെയിൻ സ്റ്റിച്ച് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് 8 ഡബിൾ ക്രോഷ്യേസ് ആയത്. ഇപ്പോൾ 3 സ്റ്റിച്ചസും നോക്കുക. ഇതിന് 3നും കറക്റ്റ് നിങ്ങൾക്ക് ഡിഫറൻസ് കാണാം. സിംഗിൾ ക്രോഷ്യ ഒരു സ്മോൾ സ്റ്റിച്ചാണ്. ഹാഫ് ഡബിൾ ക്രോഷ്യ അതിനെക്കാട്ടിലും കുറച്ചുകൂടി വിഡ്ത്ത് കൂടും. ഡബിൾ ക്രോഷ്യ ഏറ്റവും കൂടുതൽ വിഡ്ത്ത് ഡബിൾ ക്രോഷ്യനാണ്. പിന്നെ സ്റ്റിച്ചസിലുള്ള പാറ്റേണും നല്ല ഡിഫറൻസ് ഉണ്ട്. മെയിൻലി ഡബിൾ ക്രോഷ്യേഴ്സ് വലിയ വലിയ ക്രോഷ്യ പ്രൊജക്ട്സിനാണ് ഡബിൾ ക്രോഷ്യേഴ്സ് യൂസ് ചെയ്യുക, പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി. ക്രോഷ്യയിലെ വളരെ ബേസിക് ആയിട്ടുള്ള 3 സ്റ്റിച്ചസും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നെക്സ്റ്റ് വീഡിയോസിൽ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.